ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എനിക്ക് ഒരുപാട് നാൾ കാത്തിരുന്ന് നമ്മളിപ്പോൾ ഒരു നിധി കിട്ടിയെന്നൊക്കെ പറയത്തില്ല, അതുപോലൊരു ഫീലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരുപക്ഷെ SSLC പരീക്ഷയ്ക്ക് +2 എക്സാം എഴുതി അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അതുപോലെ കാത്തിരുന്നൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ കാത്തിരുന്ന ആ ഒരു സമ്മാനം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം എന്താണെന്നുള്ളത്. അല്ല, ഇതാണ് സംഭവം. ഇതെന്ന് പറയുന്നത് മൂൺ ഗോഡ്ഡസ് സ്കൗട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ മൂൺ ഗോഡ്ഡസ് സ്കൗച്ചറിൽ നിന്ന് ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ബുക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ August 3, 2023 അന്ന് ബുക്ക് ചെയ്ത സാധനമാണ് കേട്ടോ. അന്ന് GSTയും ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ 1800 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ അടച്ച് ഗൂഗിൾ പേയുടെ ഒരു സംഭവം കാണിച്ചു തരാം. 1870 രൂപ 40 പൈസ. അത് അടച്ചിരിക്കുന്നത് August 3, 2033 രാത്രി 11:25 ഞാനത് ബുക്ക് ചെയ്യുന്നത്. അതായത് യൂട്യൂബിൽ ഈ അനിത മാമിൻ്റെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണുന്ന ആളാണ് കേട്ടോ. അനിത മാം എന്ത് ഡ്രസ്സ് ഇട്ടാലും ഭയങ്കര പൊളിയാണ്. അവർ അടിപൊളി ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഫാഷൻ ഡിസൈനർ തന്നെയാണ്. നമുക്കൊരു സംശയമില്ല, 100 അല്ല 200% ഉറപ്പാണ്. നല്ല എന്താ പറയുക, നല്ല ലാഭത്തിന് തന്നെയാണ് ഡ്രസ്സ് അവർ കൊടുക്കുന്നത്. ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വേറെ നമ്മൾ കടയിലൊന്നും പോയി കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല അടിപൊളി മെറ്റീരിയലാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അതിലൊരു ഡ്രസ്സ് ബുക്ക് ചെയ്തതും. ഒരുപാട് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്, എങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം ബുക്ക് ചെയ്തതാണ്. സാധാരണ മീഷോയിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ ഡ്രസ്സ് ബുക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. ഒരാഴ്ച കൂടി ഇപ്പോൾ മാക്സിമം ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് കിട്ടും. പക്ഷേ നമ്മുടെ ഈ മൂൺ ഗോഡ്ഡസിൽ ബുക്ക് ചെയ്തിട്ട് ഇത്രയും നീണ്ട ഒരു കാലാവധി, അവർ പറയുന്നത് 90 days ആണ് പറയുന്നത്. അത് 90 വർക്കിംഗ് ഡേയ്സ് എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ 19 days ഇത്രയും ലോങ് ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. August 3 കഴിഞ്ഞു, September, October, November, December, January 3 കഴിഞ്ഞു. ഇപ്പോൾ ജനുവരി ഇന്ന് 12. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് January 12 അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും കാത്തിരിക്കുക, ഇത് എപ്പോൾ വരും. ആ ഓണത്തിന് വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷെ ഇത്രയും ഡിലേ വരുമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ വിചാരിച്ചു ക്രിസ്മസിനെങ്കിലും കിട്ടുമെന്ന്, ക്രിസ്മസിനും കിട്ടിയില്ല. പിന്നെ വിചാരിച്ചു ന്യൂ ഇയറിനെങ്കിലും കിട്ടുമെന്ന്, അതും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാൻ കേട്ടോ. ഞാനൊരു സാരിയാണ് ബുക്ക് ചെയ്തത്. ആക്ച്വലി ഇതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ആ സാരി മറന്നു പോലും പോയി കേട്ടോ. എന്ന് വെച്ചാൽ ഇത്രയും ഡിലേ ഒന്നുമില്ലേ. നമ്മൾ ഒരുപാട് ആകാംക്ഷകൾ അന്ന് കാത്തിരിക്കും പെട്ടെന്ന് കിട്ടുന്നത്. പക്ഷേ ഇത്രയും നാളുകൾക്ക് ശേഷം ചെയ്ത പ്രോഡക്റ്റ് ഏതാണെന്ന് പോലും ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും പൊട്ടിച്ച് നോക്കാം. സാരിയാണെന്നുള്ള ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ. നമ്മുടെ പ്രോഡക്റ്റ് വന്നു. ഇത് തന്നെയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പാക്കിംഗ് ഒക്കെ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. മൂൺ ഗോഡ്ഡസിൻ്റെ താങ്ക് യു ഒക്കെ ഉണ്ട് കേട്ടോ. താങ്ക് യു മൂൺ ഗോഡ്ഡസ്. I hope you love your item as much as I loved creating it. Okay. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം. ബുക്ക് ചെയ്ത സംഭവം തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മെറ്റീരിയൽ ഞാൻ ഉദ്ദേശിച്ചതല്ല വന്നത്. ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ അല്ല കേട്ടോ. ഇത് മെറ്റീരിയലാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് ബ്ലൗസ് പീസ്. അപ്പം 1800 രൂപയുടെ മതിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിൻ്റെ വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് സൈഡിലുള്ള. അതർവൈസ് വേറെ വർക്കൊന്നുമില്ല. 1840 രൂപ ടാക്സ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ്. 1840 രൂപ അല്ലേ. 1840 രൂപയുടെ 1840 കേട്ടോ. 1870 രൂപ 40 പൈസ. അതിൻ്റെ അത്ര ക്വാളിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?
ഐറ്റംസ് മോശമാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് പറയാൻ അനിത മാമിനോട് പറയാൻ ഒരു റിക്വസ്റ്റേ ഉള്ളൂ, ഈ 90 വർക്കിംഗ് ഡേയ്സൊക്കെ പിന്നെ സഹിക്കാൻ കേട്ടോ. ഈ 6 മാസമൊക്കെ കുറച്ച് കൂടുതലല്ലേ. ഈ ഒരു സാരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലതാമസം. നമ്മൾ പേയ്മെൻറ്റ് അടച്ചിട്ടാണ്, ക്യാഷ് ഓൺ ഡെലിവറി പോലും അല്ല, പേയ്മെൻറ്റ് അടച്ചിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കണം കേട്ടോ. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇത്രയും മാഡത്തിൻ്റെ അത്രയും ഇഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ ആൾക്കാർ ബുക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച് അവസാനം അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോവും, ആ ഒരു ഇഷ്ടം പോവും. അതുകൊണ്ട് ആ ഒരു ഇത്രയും ഒരു ഡിലേ ഒഴിവാക്കി കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റാക്കി തന്നാൽ വളരെ ഉപകാരം. എന്തായാലും ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ടു. അവരുടെ ഒരുപാട് എല്ലാവർക്കും ലേഡീസിനൊക്കെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അനിത മാം. എന്നിരുന്നാലും നിങ്ങൾക്കൊക്കെ ഇതേപോലുള്ള അനുഭവം ഉണ്ടായിരിക്കും. ഞാൻ അന്വേഷിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഒരു കാലതാമസം ഒഴിവാക്കും. എന്തായാലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന സാരി ഒന്ന് ഉടുത്ത് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മാച്ചിങ് പീസ് ബ്ലൗസ് ഉണ്ടായിരുന്നു, അതിട്ടൊന്ന് നോക്കിയതാ. അപ്പോൾ എനിക്ക് കിട്ടിയത് മുട്ടൻ പണിയാണ് കേട്ടോ. അത് ഞാൻ ഡ്രസ്സ് കൊള്ളത്തില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഈ സാരി ബുക്ക് ചെയ്യാൻ ഒരു കാരണവും കൂടെ ഉണ്ട്. ഇതിൻ്റെ പ്ലീറ്റ് റെഡിമെയ്ഡ് പ്ലീറ്റ്സാണ്. അപ്പോൾ നമുക്ക് ഉടുക്കാൻ എളുപ്പവും കൂടെ ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ എന്നെപ്പോലെ ഹൈറ്റ്, അതായത് എനിക്ക് ഹൈറ്റ് കുറവാണ്. എനിക്ക് 153 സെൻറ്റിമീറ്റർ ആണെന്ന് തോന്നുന്നു എൻ്റെ ഹൈറ്റ്. അപ്പോൾ ആ ഹൈറ്റിന് എനിക്കിത് സൂട്ടാവുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഹൈ ഹീൽസ് ഉപയോഗിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. സാരി പ്ലീറ്റ്സ് താഴെ കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഇത് ചുരുക്കി അകത്തോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. ഈ ക്ലിപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ചുരുക്കി അകത്തോട്ട് വെച്ചാൽ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും. പിന്നെ സംഭവം താഴെയും കിടക്കുന്നു. ഈ ഹൈറ്റ് കുറഞ്ഞ് എന്നെപ്പോലുള്ളവർ ഈ സാരി പർച്ചേസ് ചെയ്യുമ്പം ഈ പണി കിട്ടുമെന്ന് സൂക്ഷിച്ചു കേട്ടോ. അപ്പം പക്ഷേ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഉടുത്തപ്പോൾ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് എനിക്കറിയില്ല. എനിക്ക് സാരി ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇപ്പം പണി കിട്ടിയിരിക്കുന്നതാണ്. എൻ്റെ ഹൈറ്റിന് ഇത് സൂട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ്ട് സാരി. ഇതിപ്പോൾ ഞാൻ ഹൈ ഹീൽസ് ഉപയോഗിച്ചാൽ ഒരു പക്ഷേ പൊങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ഇത് ചുരുട്ടി വെക്കാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ മറ്റുള്ള സാരികൾ ഉടുക്കുന്നത് പോലെ അകത്തോട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഓക്കെ ആവുമായിരിക്കും. ഇതിപ്പം ക്ലിപ്പായതുകൊണ്ട് നമുക്കിത് ഊരി വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ആണോ ക്ലിപ്പ് ഊരി ഊരി ക്ലിപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ ഉള്ളിലോട്ട് വെച്ചാൽ അത് എത്രമാത്രം പോസിബിളാണെന്ന് എനിക്കറിയില്ല. ഈ വർക്കെല്ലാം അകത്ത് പോകും ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാണ് ഇരുന്നിരുന്ന് കാത്തിരുന്ന് എനിക്ക് കിട്ടിയ മൂൺ ഗോഡസിലെ ഡ്രസ്സ്. അപ്പോൾ ഇത് സന്ധ്യയ്ക്കാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നല്ലതുപോലെ ഉടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉടക്കി കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കിത് ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. ഇതിന് ആർക്കെങ്കിലും കൊടുക്കണോ, എൻ്റെ ഹൈറ്റിൽ ഇതെനിക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഈ വർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ട് ഇതിൽ, അതും കൂടെ തച്ചിടുമ്പോൾ നന്നായിരിക്കും തോന്നുന്നു. പക്ഷേ ഇതെനിക്ക് എത്രമാത്രം കംഫർട്ടബിളായിട്ട് ഉടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. അപ്പോൾ എന്തായാലും എനിക്കിത് ഉടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ കൊടുക്കാനായിട്ട് മനസ്സും ഇല്ല. എനിക്കിഷ്ടപ്പെട്ടു, ഉടുത്തിട്ട് എനിക്ക് കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ കൊള്ളാമെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ബ്ലൗസും തച്ചിട്ട് ഇടാൻ നോക്കാം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണേ.